അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മാൾട്ടയിൽ തന്നെയുള്ള പോപ്പായ് വില്ലേജ് എന്ന് പറഞ്ഞ് ഒരു വില്ലേജ് ഉണ്ട്, അവിടെ പോയതായിരുന്നു കേട്ടോ. ഇതൊരു ഫിലിം സെറ്റാണ്, അതായത് ഈ മരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വീടുകളാണ് അവിടെ ഫുള്ളായിട്ടുള്ളത്. പോപ്പിയെ എന്ന് പറഞ്ഞ് 1980 ഒരു ഫിലിം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെറ്റാണ് ഇപ്പോൾ ഒരു മാൾട്ടയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ എവിടെ തിരിഞ്ഞു വയ്ക്കലും നമുക്ക് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആംഗിൾ കിട്ടും. അത്ര രസമാണ് കാണാൻ. നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ കുറേ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ലൈവായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്കധികം കിട്ടിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച് പോയതൊന്നും മൈക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു വ്ലോഗ് പോലെയൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കിട്ടിയ ക്ലിപ്പും കൊണ്ട് ഞാനൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സൈഡിലായിട്ട് നല്ല രസമാണ് കേട്ടോ സീ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു ഫിലിം പോലെ പിടിക്കുന്ന രീതിയിൽ സ്ക്രിപ്റ്റഡൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ സംഭവം എവിടെ തിരിഞ്ഞാലും ഫോട്ടോ എടുക്കാനുള്ള ഒരു പോസെങ്കിലും കിട്ടാതിരിക്കില്ല. അത്രയും രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് എൻട്രി ഫീസ് വരുന്നത് അഡൽറ്റിന് €20 ആണ് കേട്ടോ. ഏകദേശം നാട്ടിലൊരു 2100 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ വരും. ആ ഒരു പൈസയ്ക്ക് ഉള്ളത് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മാൾട്ടയിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്. അപ്പോൾ എന്തായാലും എനിക്കത് വലിയ പ്രശ്നമായിട്ട് അങ്ങനെ ഫീൽ ചെയ്തില്ല കേട്ടോ. നോട്ട് ദ പോയിന്റ്. ഞാനിവിടെ വന്നത് ഞാൻ പേ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് എൻ്റെ എംപ്ലോയർ 2 ടിക്കറ്റ്സ് എക്സ്ട്രാ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ വന്നത് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറേ ഫോട്ടോ ബൂത്തും അതുപോലെ തന്നെ ഫിലിമിൻ്റെ സെറ്റൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും മ്യൂസിയം പോലെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, സെറ്റൊക്കെ ആയിട്ട്. ഇതൊരു അതുപോലെ കണ്ട നമ്മളൊരു മരത്തിൻ്റെ വീടില്ലേ, അതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. അത് നല്ല രസമാണ് കേട്ടോ. ഞാനിങ്ങനെ കാർട്ടൂൺസിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ നല്ല രസമുള്ള ഒരു സ്പോട്ട് തന്നെയായിരുന്നു ഇത്. 1980 സെറ്റ് ചെയ്ത് ഈ ഒരു ഫിലിം സെറ്റ് ഇത്രയും പഴക്കം വന്നിട്ടും ഇവർ ഇതുപോലെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ അതിനൊരു ഇതുണ്ടല്ലേ. എനിക്ക് കിട്ടിയ ടിക്കറ്റിൽ 2 കാർഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു കാർഡ് നമുക്ക് പോപ്കോൺ ഫ്രീ ആയിട്ട് കിട്ടും, ഒരു കാർഡ് നമുക്ക് കുറച്ച് ഫോട്ടോസ് ഫ്രീ ആയിട്ട് കിട്ടും. അതായത് അവിടുത്തെ പോപ്പായ് വില്ലേജിൻ്റെ ഫോട്ടോസ് ഫ്രീ ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റായിട്ട് ഹോഴ്സ് മീറ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പോർക്കിൻ്റെ റിബാണ് കേട്ടോ ട്രൈ ചെയ്തത്. 2 നല്ലതായിരുന്നു. പിന്നെ ഇത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ്. എൻ്റെ കയ്യിൽ അങ്ങനെ അധികം വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കിയ വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ സക്സസ് ആയ കപ്പ് കേക്ക് ഇതായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാനൊരു കപ്പ് കേക്ക്, ഒരു ചോക്ലേറ്റിൻ്റെ കപ്പ് കേക്ക് ഉണ്ടാക്കിയായിരുന്നു. അത് നല്ല വമ്പനായിട്ട് ഫെയിലായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യും. പക്ഷേ ചിലതൊക്കെ ഫെയിലാവും, ചിലതൊക്കെ നന്നായിട്ട് കിട്ടും. അങ്ങനെ വലിയ കാര്യമായിട്ട് ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഉണ്ടാക്കി നോക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് ഇതിനകത്ത് എഗ്ഗും പിന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡർ, മൈദ, പിന്നെ മുട്ട പറഞ്ഞല്ലോ, പിന്നെ കുറച്ച് എസൻസ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് ഒരു റെസിപ്പി ഉണ്ടായിരുന്നു കേട്ടോ. അതനുസരിച്ചാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തപ്പോഴേക്കും ഇതുപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടേസ്റ്റൊക്കെ നല്ലതായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഉണ്ടാക്കിയത് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. വർക്കിന് കയറിയ പിന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ഷെഡ്യൂൾ തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ച് കഴിക്കാനുള്ള ഒരു സമയമില്ല. എനിക്കിങ്ങനെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കുന്ന ഇത് ഇഷ്ടമല്ല കേട്ടോ. അത് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എനിക്ക് തുടക്കത്തിലൊക്കെ. അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. പിന്നെ നമുക്കതിനുള്ള സാഹചര്യവും സമയവും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ്ലി നമ്മൾ ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ഹെൽത്തിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തെടുത്ത് വയ്ക്കും. ഇവിടെ തണുപ്പൊക്കെ മാറി നല്ല ഒന്നാന്തരം ചൂടായിട്ടോ. അത്യാവശ്യം നല്ല ചൂടൊക്കെയാണ്. പുറത്തിടക്കുമ്പോൾ നമുക്ക് കുറച്ച് കട്ടിയുള്ള ഡ്രസ്സൊന്നും ഇട്ട് കിടക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. സമ്മർ സമ്മറല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, പക്ഷേ അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട് ഇവിടെ. ഈ ഒരു മീൻ ഒരു സോട്ട് ഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷാണ്. വൈറ്റ് ടൂണ ഒക്കെ പോലെയാണ്. പക്ഷേ ഇത് കറി വയ്ക്കാൻ കൊള്ളത്തേയില്ല. ജസ്റ്റ് സൂപ്പ് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്, പക്ഷേ നമ്മുടെ കറി വയ്ക്കാൻ കൊള്ളത്തേയില്ല കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഒട്ടും കൊള്ളത്തില്ല ഈ ഒരു ഫിഷ്. ഇവിടെ നമുക്ക് ചാളയൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ചില സമയത്ത് കിട്ടും, ചില സമയത്ത് നല്ല മീനൊക്കെ കിട്ടും. ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ ഇതിനൊന്നും പോയിട്ടില്ല. ഇതൊരു 3 ആഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ്. എനിക്കിപ്പോൾ ഒരു സമയം കിട്ടിയപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്ത് ഇടുന്നത്. എനിക്കതിനുള്ള വീഡിയോ എടുക്കാനുള്ള സമയമോ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതോ ഒരു സൺഡേയോ സാറ്റർഡേ എങ്ങാണ്ട് എടുത്ത വീഡിയോ എങ്ങാണ്ടാണ്. ഓക്കെ, ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ടൈം നന്നായിട്ട് മാനേജ് ചെയ്യണം. എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോലും ഒരു സമയം
കിട്ടുന്നില്ല, ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല. ഇതിനൊക്കെ എനിക്കൊന്ന് ടൈം ഒന്ന് മാനേജ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ മാനേജ് ചെയ്യാൻ കൂടി എനിക്ക് സമയം കിട്ടാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും തന്നെ ഇല്ലാതെ വന്നത് കേട്ടോ. നമുക്ക് സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, എനിക്ക് സമയം ഉണ്ടായിരുന്നു. പാർട്ട് ടൈമൊക്കെ ചെറിയൊരു ടൈമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് സമയം കിട്ടുമായിരുന്നു. ഫുൾ ടൈമിലോട്ട് കയറുമ്പോൾ നമുക്ക് അതനുസരിച്ചൊരു ബിസി ആയിട്ടുള്ളൊരു ലൈഫാണ്. എല്ലാവരും വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇത് തന്നെയാണ് അവസ്ഥയും സാഹചര്യങ്ങളും ഒക്കെ. ഇത് കൂടാതെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ, കുറച്ച് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാനൊക്കെ ഉണ്ട്, കുറച്ച് ഹാമ്പേഴ്സൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് ഔറാത്ത് എന്ന് പറഞ്ഞൊരു ഫിഷ് കിട്ടും കേട്ടോ. അതിങ്ങനെ മീൻകറി വെച്ചാൽ അത്ര ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ അത് വറുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് വറുത്തിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഇച്ചിരി മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂട്ടിച്ച് കുറച്ച് ചോറൊക്കെ കൊണ്ടിട്ട് ഞാൻ വീണ്ടും ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഓറഞ്ച് കളറിലുള്ള ഒരു റിബണിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത്യാവശ്യം വലിയ കുറച്ച് ഒരു 7 ഫ്ലവേഴ്സൊക്കെ വരുന്ന ഒരു ബൊക്കെയാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. 7 ഫ്ലവേഴ്സ് അല്ല കേട്ടോ, ഇത് 3 ഫ്ലവേഴ്സിൻ്റെ ബൊക്കെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലാതെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ബൊക്കെ ഉണ്ടായിരുന്നു. ഇത് ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയായിരുന്നു ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള. ഇത് നാട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു, പക്ഷേ ഇവിടെയുള്ള ചേട്ടനാണ്. ഇതൊക്കെ വേറെ വേറെ ഗിഫ്റ്റൊക്കെ ആയിരുന്നു. അത്യാവശ്യം ഷൂവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഫെറാറോ ചോക്ലേറ്റിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ചുറ്റും വെച്ചിട്ടുള്ള ബൊക്കെയാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഷോപ്പിങ്ങിന് ഓരോരുത്തരും ഓരോ ബ്രാൻഡ് പറയും, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഷോപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് ഗിഫ്റ്റൊക്കെ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് വീക്കിലി ഒരു ദിവസമാണ് കേട്ടോ ഓഫ് കിട്ടുന്നത്. ആ ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ ഈ ക്രാഫ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ എന്തെങ്കിലും ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ആ ഒരു സമയം മുഴുവൻ കംപ്ലീറ്റ്ലി നമ്മുടെ തീർന്നിട്ടുണ്ടാവും. നമ്മൾ വല്ലറ്റയാണ് കേട്ടോ വന്നിരുന്നത്. വല്ലറ്റ വന്നിട്ടുള്ള അഡിഡാസിൻ്റെ ഷോപ്പിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അഡിഡാസിൻ്റെ ഷോപ്പാണെന്ന് തോന്നുന്നു, അതെ. അല്ല, അർബൻ ജംഗിൾ അങ്ങനെ എന്തോ ഒരു ഷോപ്പിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ സൈസും കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്ത് അതിൻ്റെ കളർ കൺഫേം ചെയ്ത് നമ്മൾ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ന്യൂ ബാലൻസിൻ്റെ ഒരു ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓക്കെ, ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് കണ്ണടി, ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് കണ്ണട വെച്ചിട്ട് പുറത്തിറങ്ങുമായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ കുറച്ച് കണ്ണടയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കണ്ണടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണട മീൻസ് സൺഗ്ലാസ് കേട്ടോ, സൺഗ്ലാസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിട്ടിട്ടുള്ള പരിചയങ്ങളൊന്നുമില്ല, ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ഇട്ട് ശീലിച്ചിട്ടുമില്ല. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സാധനം കണ്ണിലോട്ട് വയ്ക്കാൻ, എനിക്ക് ചേരുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിനകത്ത് നിന്ന് ഈ ഒരു റെഡും വേറൊരു ബ്ലാക്കും ബ്രൗണോടെയും കൂടിയിട്ട് ഒരു ഇതോടെ മേടിച്ചു. പിന്നെ ഇത് വേറെ ദിവസം നമ്മൾ ഡെലിവറി ചെയ്യാൻ പോയ ദിവസം ഞാനൊരു ഇച്ചിരി ചിക്കൻ മേടിച്ചു. സത്യം പറഞ്ഞാൽ ഈ വീക്ക് എനിക്ക് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നെങ്കിലും ഞാനത് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു നിർത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സാധനം മേടിച്ചല്ല, കുറച്ച് ചിക്കൻ മാത്രമാണ് മേടിച്ചിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം തീർന്നുപോയ 1-2 സാധനങ്ങളോടി മേടിച്ചിട്ട് ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാൻ നേരത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞായിരുന്നു അവർക്ക് ഫ്രഷ് ഫ്ലവർ തന്നെ വേണമെന്ന്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം ഫ്രഷ് ഫ്ലവർ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് ആയില്ലെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഞാൻ വീഡിയോ ഇട്ടില്ല എന്നുള്ളൂ, കുറച്ച് ദിവസമായിട്ടോ. എനിക്ക് അത്ര തൃപ്തിയല്ല, കാരണം ഈ ഒരു പാറ്റേൺ എനിക്ക് അത്ര ഇങ്ങനെ ഇഷ്ടമായില്ല. പക്ഷേ ഇവർ തന്ന ഒരു പാറ്റേൺ ഇങ്ങനെയായിരുന്നു.